പ്രിയമുള്ളവരെ, എല്ലാവരുടെയും ശ്രദ്ധ ഒരിക്കൽ കൂടി ഒരു വാർത്തയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയെ ഗ്യാസ് കുറ്റി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി പ്രതി കസ്റ്റഡിയിൽ, കൊലപാതകം മകളുടെ മുമ്പിൽ. അപ്പോൾ ഇതിൽ എനിക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. ജില്ലയെ ഡീഗ്രേഡ് ചെയ്ത് പറയുകയല്ല, എവിടെ വേണേലും ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ സംഭവത്തിൽ ഈ കൊലപാതകം ചെയ്ത ആൾ സ്വയം പറഞ്ഞതാണ്, ഞാനൊരു വിഷാദ രോഗിയാണെന്ന്. മറ്റാരെങ്കിലും പറയുവാണെങ്കിൽ കുഴപ്പമില്ല. സ്വയം ഈ വലിയ കൃത്യം ചെയ്തു കഴിഞ്ഞിട്ട്, ഇത്ര മനോഹരമായ ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനൊരു വിഷാദ രോഗിയാണെന്ന്. സ്വയം അങ്ങ് ജാമ്യം എടുത്തു. അപ്പോൾ വിഷാദരോഗമുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം എന്നൊരു ധാരണയിൽ. അപ്പോൾ അതിലപ്പുറമായിട്ട് അദ്ദേഹം ഇങ്ങനെ കമൻറ്റ് ചെയ്തതിലപ്പുറമായിട്ട് മറ്റൊന്നാണ്. അതായത് ഈ ന്യൂസിന് താഴെ, ഇത് മനോരമയിൽ വന്ന ഒരു ന്യൂസാണ്, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ ന്യൂസിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റ്, ആൾക്കാർ കമൻറ്റ് ഇടുമല്ലോ, നമ്മൾ കമൻറ്റ് ഇടുന്നതിൽ അതിവിദഗ്ധരാണല്ലോ. അപ്പോൾ അതിൽ വന്ന ഒരു കമൻറ്റ്, അത് വളരെ വിശിഷ്ടമായ ഒരു കമൻറ്റായിരുന്നു. അപ്പോൾ അത് വായിക്കാതെ പറ്റില്ല. കാര്യം അത്രയ്ക്ക് ശ്രദ്ധ ആകർഷിച്ച ഒരു കമൻറ്റായിരുന്നു. അത് നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പ്രസ്തുത കമൻറ്റ്. ഞാൻ വായിക്കുക. 2 പേര് തമ്മിലുള്ള സംഭാഷണമാണ്. അവർ മെസ്സേജ് ഇട്ടേക്കുകയാണ്, ഇതിനകത്ത് കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. ചെറിയാൻ: better not to marry. It has become a toxic relationship. Just be friends and live life and enjoy. In relationships, mutual expectations are high and that lead to bitterness. അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ചെറിയാൻ അദ്ദേഹത്തിന് കമൻറ്റ് ഇട്ടതാണ്. അപ്പോൾ അതിന് താഴെ ഒരു പ്രഭു പി റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. യുവർ ഒപ്പീനിയൻ എക്സിബിറ്റ്സ് ദ മൈൻഡ് സെറ്റ് ഓഫ് സമൺ ഹു വാസ് ബോൺ ടു മെനി. യു ഡോണ്ട് ബിലോങ് ടു ദ കമ്മ്യൂണിറ്റി. പ്രിയമുള്ളവർ, ഇത്തരം ഒരു ക്രൂരകൃത്യം കണ്ടിട്ട് ഒരാളൊന്ന് പ്രതികരിച്ചു പോയി. അതായത് ഇതിലും ഭേദം കെട്ടാതെ ഇഷ്ടമുള്ളവരോട് ജീവിക്കുക, സന്തോഷിക്കുക, അങ്ങനെ നിന്നാൽ പോരെ, എന്തിനാണ് ഈ കെട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അതിന് മിസ്റ്റർ പ്രഭു കൊടുത്ത മറുപടിയാണ് അത് ഹീനമായി പോയി എന്ന് പറയാതെ വയ്യ. കാര്യം യുവർ ഒപ്പീനിയൻ എക്സിബിറ്റ്സ് ദ മൈൻഡ് സെറ്റ് ഓഫ് സമൺ ഹു വാസ് ബോൺ ടു മെനി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല തന്തയ്ക്ക് പിറന്ന എന്നൊരു ഡയലോഗാണത്. എന്തുവാടേ ഇതൊക്കെ? ഈ ഇംഗ്ലീഷ് കാണുമ്പോഴറിയാം ഏതോ മലയാളിയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നുള്ളത്. പറയാതെ വയ്യ. ഇത്ര അധപതിക്കരുത്. നിങ്ങൾക്ക് പ്രതികരിക്കാം. മറ്റൊരാളെ ഇങ്ങനെ ചവിട്ടിത്തൂത്തൊക്കെ ഉള്ള പ്രതികരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിക്കൂടെ? നമ്മൾ പ്രതികരിക്കാൻ നമുക്കതിന് അർഹതയുണ്ട്, അവകാശമുണ്ട്. മാന്യമായി പ്രതികരിക്കൂ. ഓക്കെ, ഇങ്ങനെ ശരിയാണ്. ഇങ്ങനെ വെട്ടുകയും കൊല്ലുകയും ഒക്കെ ഒന്നും ചെയ്യുന്നതിലും ഭേദം കെട്ടാതെ അവനവൻ്റെ ഇഷ്ടം നോക്കി അങ്ങ് ജീവിച്ചാൽ പോരെ. ഇപ്പോൾ ആ സ്ത്രീ ഇപ്പോൾ എന്നാ കാരണം എന്നാന്നൊന്നും ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വന്ന കമൻറ്റ് ഭല വേഷ്.